നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്കമാലിക്കടുത്തുള്ള കാലടി ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ് കാലടിയുടേത്. അദ്വൈത വേദാന്തം ലോകത്തെ പഠിപ്പിച്ച ആദിശങ്കരാചാര്യർ ജനിച്ചത് കാലടിപ്പുഴയുടെ തീരത്താണ്. ആ കാലടി കാഞ്ചി കാമകോടി പീഠത്തിൻ്റെതായി ഒരു വലിയ 8 നിലകളിലുള്ള ഒരു സ്തൂപം ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ കാലടി പട്ടണം ആദിശങ്കരന്റെ പേരിൽ പ്രശസ്തമായിരിക്കുമ്പോഴും MC റോഡ് കടന്നു പോകുന്ന കാലടി പട്ടണം അതിന്റെ ട്രാഫിക് ബ്ലോക്കിന്റെ പേരിലും കുപ്രസിദ്ധമാണ്. കാലടിയിലൂടെ കടന്നു പോകുമ്പോൾ, കാലടി ടൗണിലൂടെ ശ്രീശങ്കര പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് അത്രമേൽ അസഹനീയമാണ്. MC റോഡ് അങ്കമാലിയിൽ തുടങ്ങി തിരുവനന്തപുരത്തെത്തുന്ന MC റോഡ് അതിപ്പോൾ 2 വരി പാതയാണ്. അത് 6 വരി പാതയാക്കും. FBയുടെ സഹായത്തോടു കൂടി അവിടെ പുതിയ പാലം പണിയാനുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നു. ഈ സമയത്ത് കാലടി പട്ടണത്തെ വീണ്ടും നരകതുല്യമാക്കാനുള്ള ഒരു വികസന പദ്ധതി കാലടി പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ കാലടി പട്ടണത്തിലെ ബ്ലോക്ക് ഇനിയും വർദ്ധിപ്പിക്കാനും ഈ കാലടി പട്ടണത്തിലെ ഗതാഗതം നരകതുല്യമാക്കാനുമുള്ള ഒരു പദ്ധതിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ സമീപസ്ഥമായിരിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലടി ഗ്രാമപഞ്ചായത്ത് ഒരു ബഹുനില കെട്ടിടം പണിയാനുള്ള പദ്ധതിയുമായി വന്നിരിക്കുന്നു. കാലടി പട്ടണത്തിൽ ജനങ്ങൾക്കൊന്ന് ശ്വാസം വിടാൻ സ്ഥലമുള്ളത് ആ കാഞ്ചി കാമകോടി പീഠത്തിന്റെ 8 നിലകളിലുള്ള ആ സ്തൂപത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. മറ്റെങ്ങൊരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അവിടെയാണിപ്പോൾ ഒരു ബഹുനില കെട്ടിടം പഞ്ചായത്ത് ഉണ്ടാക്കാൻ പോകുന്നത്, ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ റോഡ് 6 വരി പാതയാക്കുവാൻ സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ റോഡിനോട് ചേർന്ന് MC റോഡിനോട് ചേർന്ന് ആ സ്തൂപത്തിന്റെ കാഞ്ചി കാമകോടി പീഠത്തിന്റെ 8 നിലകളിലുള്ള ആ സ്തൂപത്തിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു ബഹുനില മന്ദിരത്തിന് പ്ലാൻ ഉണ്ടാക്കി പെട്ടെന്ന് അതിന്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടായാൽ MC റോഡിൽ നിന്നും 6 മീറ്റർ വലിച്ച് ഒരു കെട്ടിടം അവിടെ പണിതാൽ എന്താണ് സംഭവിക്കുക? നാളെ റോഡ് വീണ്ടും വീതി കൂട്ടുമ്പോൾ അത് 4 വരി പാതയാകട്ടെ 6 വരി പാതയാകട്ടെ, ഈ കെട്ടിടം പൊളിച്ചു കളയേണ്ടി വരും. അതേസമയം അവിടെ ഉള്ള 2-3 ഏക്കർ വരുന്ന ആ സ്ഥലത്തിന്റെ ഒരു മറു സൈഡിലാണ് ഈ മന്ദിരം വരുന്നതെങ്കിൽ അങ്ങനെ ഒരു അപകടമില്ല. പക്ഷെ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഉടനെ ഒരു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക, അതിൽ നിർമ്മാണം ഇനി 4-5 കൊല്ലം പോകും. അപ്പോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ വണ്ടികൾ നിർത്താൻ പറ്റാതെ പ്രശ്നമാകും, വീണ്ടും ബ്ലോക്ക് വർദ്ധിക്കും. ഇനി അങ്ങനെ ഒരു ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ ഉണ്ടായാൽ അത് റോഡ് വികസനം വരുമ്പോൾ അത് 4 വരി പാതയോ 6 വരി പാതയോ ആകുമ്പോൾ ആ ബഹുനില കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വരും. ഇതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം ദീർഘവീക്ഷണമില്ലാത്ത വികസനമാണ് നടക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് കയ്യടി കിട്ടാനോ അവർക്ക് കൈക്കൂലി കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നടക്കുന്ന ഈ വികസനങ്ങൾ ആണ് എവിടെ നോക്കിയാലും ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗതാഗത കുരുക്കുണ്ടാക്കുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതി പോലും നിർമ്മിച്ചിരിക്കുന്നത് 20 കൊല്ലം മുന്നേ ഉണ്ടാക്കിയ കേരള ഹൈക്കോടതി അത് പണിത് ഉടനെ തന്നെ അവിടെ പാർക്കിംഗ് ഇല്ലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇപ്പൊ കേരള ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി കഴിഞ്ഞല്ലോ. ഇത് തന്നെയാണ് കാലടിയിൽ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നത്. യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ, ആസൂത്രണമില്ലാതെ നമ്മുടെ പട്ടണങ്ങളും വികസിപ്പിക്കുക. അതുകൊണ്ട് ഈ കാലടി പഞ്ചായത്ത് ഇപ്പോൾ കാണിക്കുന്നത് തോന്നിവാസമാണ്. ഇതിനെ തടയാൻ കേരള സർക്കാർ തന്നെ മുന്നിട്ട് വരണം. നന്ദി, നമസ്കാരം.